ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പെട്ടെന്നൊരു അമ്പലത്തിൽ പോകുന്ന ഓർത്തുകൊണ്ട്, ഒരമ്പലമല്ല കേട്ടോ, തടനാട് അമ്പലത്തിൽ പോകുന്ന ഓർത്തുകൊണ്ട് പെട്ടെന്നൊന്ന് ഒരുങ്ങുവാണ്. ഞാൻ 2 ദിവസമായിട്ട് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നു, ഇതുവരെ പറ്റിയില്ല. റെഡി ആകുമ്പോൾ പിന്നെ ഒരു മടി പോലെ വരും, അല്ലെങ്കിൽ ആമി വഴക്കായിരിക്കും, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാകും. എനിക്കിപ്പം ഇന്ന് നല്ല ജലദോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും മൂക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ചീറ്റുന്ന, അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ചീറ്റുന്നൊക്കെയാണ്. നല്ല തൊണ്ടവേദനയുണ്ട്. പിന്നെ ആമിക്കാണെങ്കിലും ജലദോഷമുണ്ട്. ആമിക്ക് കഴിഞ്ഞ ദിവസം കുത്തിവെപ്പ് എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ പനിയും പിന്നെ അതിൻ്റെ പുറകെ ജലദോഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരുങ്ങിയിട്ട് പോകാമെന്നുള്ള ഇതിലാണ്. കാരണം വെച്ചാൽ ദീപാരാധനയ്ക്ക് മുന്നേ എനിക്ക് പോകണം. ദീപാരാധനയ്ക്ക് അപ്പം പോയി കഴിഞ്ഞാൽ ആമി സമ്മതിക്കില്ല. പിന്നെ ആമി ദീപാരാധന അവർ പോകുന്നതിന് അതിൻ്റെ മുമ്പിൽ ഓടും. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ വേഗം ഒരുങ്ങി ദീപാരാധനയ്ക്ക് മുമ്പേ പോയി തൊഴുവാണെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് തൊഴാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് തൊഴാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ വേഗം ഒരുങ്ങി പോകാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ വേഗം ഒരുങ്ങുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ പ്രത്യേകിച്ച് അമ്പലത്തിൽ പോകുന്നത് വലിയ മേക്കപ്പ് ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ എവിടെയെങ്കിലും ഫംഗ്ഷൻ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങനെ വലിയ ഇതൊന്നുമില്ല. പെട്ടെന്നൊരു ക്രീം ഇട്ട് പൗഡർ ഇട്ടു. കാരണം എനിക്ക് ക്രീം ഇട്ട് പൗഡർ ഇട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് വേർക്കും. അപ്പോൾ പിന്നെ വേഗം ഞാൻ ഒരു ക്രീം ഇട്ടു. ക്രീമൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് വേഗം കണ്ണെഴുതി പൊട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇടും. ലിപ്സ്റ്റിക്ക് എന്തായാലും ഇടും കേട്ടോ. അതിട്ട് വേറെ പരിപാടിയൊന്നും നമുക്കില്ല. ലിപ്സ്റ്റിക്ക് ഞാൻ എവിടെ പോയാലും എനിക്ക് ഇടണം. പിന്നെ കണ്ണിൻ്റെ ഉള്ളിൽ എന്താ ഞാൻ എഴുതും കേട്ടോ. ഞാൻ കണ്ണിൻ്റെ ഉള്ളിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുവേ. അപ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ പെൻസിൽ കുത്തി കയറ്റുന്ന പോലെയാണ്. ചേട്ടൻ എപ്പോഴും ചോദിക്കും, പെൻസിൽ കുത്തി കയറ്റുകയാണോ എന്ന് ചോദിക്കും. ഞാൻ അങ്ങനെ എപ്പോഴും എഴുതും. കാരണം വെച്ചാൽ കണ്ണിൻ്റെ മുകളിലും താഴെയായിട്ട് നമുക്ക് നല്ലൊരു ബ്ലാക്ക് എനിക്ക് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ ആ കണ്ണിൻ്റെ ഒരു ആകൃതി എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ എപ്പോഴും എഴുതും കേട്ടോ. ക്യാമറ നോക്കി എനിക്ക് കണ്ണെഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ചെറിയൊരു കണ്ണാടി ഉണ്ട്, അത് വെച്ചാൽ അത് ഓൾറെഡി എൻ്റെ കോമ്പാക്ട് പൗഡറിൻ്റെ ആണ്. പക്ഷേ കോമ്പാക്ട് പൗഡർ ഒരു സാമി എടുത്ത് താഴെയിട്ട് പൊട്ടി. പിന്നെ ഞാൻ ഓർത്ത് അത് എന്തിനാ കളയുന്നത്, ഞാൻ കളയാൻ കൊണ്ടുപോയത്. പിന്നെ ഓർത്ത് അത് എന്തിനാ കളയുന്നത്, അത് നമുക്കൊരു കണ്ണാടിയാക്കി മാറ്റിയാലോ എന്ന് ഓർത്ത്. അങ്ങനെ ഞാൻ അതെടുത്ത് കണ്ണാടിയാക്കിയേക്കുന്നത്. ഞാൻ കണ്ണെഴുതുകയാണ് എൻ്റെ മോള്. ഞാൻ ജസ്റ്റ് ഇവിടെയൊക്കെ പോകുമ്പോൾ ഡാസ്ലറിൻ്റെ ഐലൈനറൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മാക്കിൻ്റെ ഒക്കെ ഇരിപ്പുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ യൂസ് ചെയ്യും കേട്ടോ. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയട്ടെ. ഞാൻ അങ്ങനെ വലിയ പ്രൊഡക്റ്റ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫൗണ്ടേഷൻ അതൊക്കെ ഇടും എന്ന് വെച്ചാൽ ബ്രാൻഡഡ് അങ്ങനെയൊന്നും ഞാൻ നോക്കി യൂസ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ജസ്റ്റ് അത്യാവശ്യം ഞാൻ എപ്പോഴും എന്ത് മേടിച്ചാൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുള്ളൂ. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളും നോക്കിയിട്ട് പിന്നെ അതുമല്ല റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ഞാൻ മേടിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന എന്തായാലും എനിക്ക് കിട്ടും. കാരണം അല്ല നമുക്കൊന്നും നമ്മുടെ ആ ബഡ്ജറ്റിലൊന്നും ഒതുങ്ങുന്നൊന്നും നമ്മൾ സാധാരണക്കാർക്ക് മേടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും അതിൻ്റെ ഇടയിൽ ആമി എന്നെ ശല്യം ചെയ്യാൻ വരും. ഞാൻ ആമിനെ എന്നെ കോക്കറി കുത്തി കാണിക്കുവാണേ. ആമിക്ക് എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അത് തുറന്നു കൊടുക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമുള്ളതാണ് ആമി. എപ്പോഴും അതെ, ഞാൻ എപ്പം മേക്കപ്പ് ചെയ്യണം അവൾക്ക് അത് തുറന്നു കൊടുക്കണം. അപ്പം മേക്കപ്പ് അത് തുറന്നു കൊടുക്കുമ്പോൾ അവൾ മൊത്തം ചെതറിച്ച് കളയും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടി അത് കൊടുക്കാൻ വേണ്ടി. പക്ഷേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മേക്കപ്പ് സാധനമൊക്കെ അവൾ ചുമ്മാ ഇട്ട് ഇങ്ങനെ പെൻസിലൊക്കെ ചുമ്മാ ബ്രഷൊക്കെ കണ്ണിലും മുഖത്തൊക്കെ കൊണ്ട് വെക്കുകയൊക്കെ ചെയ്യും അവൾ. ഞാൻ പക്ഷേ കൊടുത്തില്ല. അതിന് അവളെന്നോട് വഴക്ക് കുത്തിയപ്പോൾ ഞാൻ അവളെ കോക്കറി കുത്തി കാണിച്ചതാണ്. ഞാൻ ലിപ് ലൈനർ എന്തായാലും യൂസ് ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ് ലൈനർ യൂസ് ചെയ്യും. പിന്നെ ലിപ്സ്റ്റിക്കും ഞാൻ യൂസ് ചെയ്യും. ലിപ്സ്റ്റിക്കൊന്നും ഏതാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാനൊന്നും നോക്കിയിട്ടില്ല. ഞാൻ നോക്കാറുണ്ട്, നല്ല കളർ നോക്കും, നല്ലത് നോക്കും. പക്ഷേ എൻ്റെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ ലിപ്സ്റ്റിക്കിൻ്റെ. പിന്നെ വേഗം ഞാൻ മുടിയൊക്കെ കെട്ടി വേഗം റെഡിയായി. ആമിയോട് ഞാൻ പറഞ്ഞു ടാറ്റ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആമി ടാറ്റ കൊടുത്താണ്. ആമീനെ ഒരുക്കി ഇത് കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയപ്പോൾ മേടിച്ചാട്ടോ അമ്മയുടെ തലയിലിരിക്കുന്ന സൂര്യകാന്തിപ്പൂ. അത് ഞാൻ വേഗം ഇറങ്ങി അമ്പലത്തിൽ വലിയ ദൂരമൊന്നുമില്ല കേട്ടോ, കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞു ദൂരമുള്ളൂ. ഞാനിപ്പോൾ കാണിച്ചത് കണ്ട ആ കാണുന്ന മതിലാണ് ഞങ്ങളുടെ വീടിൻ്റെ മതിലാണ്. അവിടെ നിന്ന് കുറച്ചുകൂടെ അമ്പലത്തിൽ കയറി. അമ്പലത്തിൽ ആൾക്കാരൊന്നും അതേ ഇല്ലായിരുന്നു, അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അവരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവർക്കായപ്പോൾ എന്നെ മനസ്സിലായി, പക്ഷേ എനിക്ക് അവരെ മനസ്സിലായില്ലായിരുന്നു. രാജേഷേട്ടൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ രാജേഷേട്ടൻ്റെ ഭാര്യയും നാത്തൂനൊക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ അവരെന്നെ കണ്ടപ്പോൾ തന്നെ അവരെന്നെ ഇങ്ങോട്ട് വന്ന് മിണ്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ പക്ഷേ എനിക്ക് മനസ്സിലായില്ല അവരെ കണ്ടപ്പോൾ. പിന്നെ ആ ചേച്ചി എന്നെ ഫോട്ടോ കാണിച്ചു രാജേഷേട്ടൻ്റെ. എനിക്ക് അങ്ങനെ രാജേഷേട്ടനെ കണ്ടപ്പോൾ മനസ്സിലായത്. എന്തായാലും അത് നല്ലൊരു കാര്യമല്ലേ ചെയ്തത്, നമ്മളെ അറിയാഞ്ഞിട്ട്. പക്ഷേ ചില മനുഷ്യർ നമ്മൾ അറിയാഞ്ഞിട്ട് നമ്മളൊന്നും മിണ്ടത്തില്ലല്ലോ. പക്ഷേ എന്നെ അവർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫോട്ടോയിലൊക്കെ കാണാറുള്ളതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ കണ്ടില്ല, അതെനിക്ക് പറ്റിയ മിസ്റ്റേക്കായിപ്പോയി. എന്തായാലും അവരെന്നെ കണ്ടപാടെ എന്നോട് ഒന്ന് മിണ്ടുകയൊക്കെ ചെയ്തു കേട്ടോ. നല്ല കാര്യം, എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ ഞാൻ മൊത്തം ചുറ്റി കണ്ട് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച്
എല്ലായിടത്തും പോയി പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടിട്ട് പോന്നു. പിന്നെ അവിടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞു തന്നു കേട്ടോ. അമ്മ അടുത്തുള്ള പ്രീച്ചിച്ചായിട്ട് വർത്താനം പറഞ്ഞിട്ട് പിന്നെ നേരെ വേഗം ഇങ്ങ് പോന്നു. ആമിനെ ഞാൻ എടുത്തോണ്ടാണ് വരുന്നതുകൊണ്ട് ഞാൻ വേഗം ഇങ്ങ് വീട്ടിലോട്ട് കയറിപ്പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ലവ് യു ഓൾ.